വക്രയിലെ കണ്ടൽക്കാടുകളുടെ ഇടയിലേക്കൊന്ന് പോയി വന്നാലോ? ഖത്തറിലെ പക്ഷി നിരീക്ഷണത്തിനും സൂര്യോദയം കാണാനും പ്രശസ്തമായൊരു സ്ഥലമാണല്ലോ വക്ര. അതുകൊണ്ട് തന്നെ സൂര്യോദയം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് വക്ര. അവിടുത്തെ പ്രകൃതി ഭംഗിയും പിന്നെ കുറച്ച് പക്ഷികളെയും കണ്ട് ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ വെൽക്കം ടു ഫാസിയോഗ്രാഫി. നമുക്കൊന്ന് വക്ര പോയിട്ട് വരാം. അതിരാവിലെ തന്നെ റൂമിൽ നിന്ന് 5:30 തന്നെ ഇറങ്ങി. ഈ വക്ര ബീച്ച് എന്ന് പറയുമ്പോൾ ആഴം കുറഞ്ഞതും ശാന്തവുമായ പേര് കേട്ട ഒരു ബീച്ചാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂക്ക് അൽ വക്ര ബീച്ചും പ്രശസ്തമാണ് കേട്ടോ. ഇവിടെ കൂടുതൽ പേരും മീൻ പിടിക്കാനും വീക്കെൻഡ് ആഘോഷിക്കാനും എന്ന രീതിയിലാണ് വരാറ്. ഇവിടെ കൂടുതൽ പക്ഷികൾ വരുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ നേരം വെളുത്ത് വരുന്നതുള്ളൂ കേട്ടോ. ഇവിടെ പൊതുവെ ആഴം കുറവായതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ വരുന്നവരെല്ലാം ഒത്തിരി ദൂരെ പോയിട്ടൊക്കെ മീൻ പിടിക്കാറുണ്ട്. ഇതേ നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇവിടുത്തെ സൂര്യോദയവും അതിൻ്റെ ഇടയിലൂടെ പക്ഷികളുടെ പറക്കലൊക്കെ കാണുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വിൻ്റർ സമയത്ത് ഇതുപോലെ ഒരുപാട് ദേശാടന പക്ഷികൾ വരാറുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഖത്തറിൽ വിൻ്റർ സീസൺ ഉണ്ടാകാറുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന്, പ്രത്യേകിച്ച് ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടിയായിരിക്കും കേട്ടോ ഈ വക്ര ബീച്ച്. ഇതേ ആ പക്ഷികളെല്ലാം പറന്നു പോയ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നൊരു സീനറി. സൂര്യോദയത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് വിമാനത്താവളം ഉണ്ടായതുകൊണ്ട് ഇതേപോലെ ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം ഫ്ലൈറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് പക്ഷികളെ അന്വേഷിച്ച് നോക്കാം. ഇതാണ് കേട്ടോ റെഡ്ഡി ടേൺസ്റ്റേൺ എന്ന പക്ഷി. വളരെ മനോഹരവും വിചിത്ര സ്വഭാവമുള്ള തീരദേശ പക്ഷിയാണ് ഇത്. ഇതിൻ്റെ വിചിത്ര സ്വഭാവം എന്തെന്നാൽ കല്ല് മറിച്ചിടുന്നൊരു പക്ഷിയാണിത്. കാരണം ഭക്ഷണം തേടുമ്പോൾ ചെറു കല്ലുകളും ഷെല്ലുകളും ഇവ കൊക്കുകൊണ്ട് മറിച്ച് അതിൻ്റെ ഇടയിലെ ചെറു പുഴുക്കളും കീടങ്ങളുമാണ് തേടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷിയെ കല്ല് മറിച്ചിടുന്ന പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഒരു സാൻഡ്ഫ്ലവർ അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷികളെ അന്വേഷിച്ചുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരുപാട് പക്ഷികൾ അവിടെ ഭക്ഷണം തേടി നടക്കുന്നുണ്ട് കേട്ടോ. ഇവനാണ് കേട്ടോ ബ്ലാക്ക് വിങ്ങഡ് സ്റ്റിൽറ്റ്. ഉയരമുള്ള കാലും നീണ്ട കൊക്കുകളും കേട്ടോ ഇവരുടെ പ്രത്യേകത. നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. ഒരു വെസ്റ്റേൺ റീഫ് ഹെറോൺ മീനിനെ ഹണ്ട് ചെയ്തിരിക്കുന്ന കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്. ഇവനെ പറ്റിയൊരു സ്റ്റോറി നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ ചെയ്തിരുന്നു കേട്ടോ. ഖത്തറിൽ ഇവരെ പൊതുവായിട്ട് കാണുമെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇവർ ദേശാടന പക്ഷികളാണ് കേട്ടോ. ഒത്തിരി സാൻഡ് പെപ്പേഴ്സ് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം തേടുന്നുണ്ട് കേട്ടോ. സാൻഡ് പെപ്പേഴ്സിൽ തന്നെ ഒത്തിരി സ്പീഷ്യസുകൾ ഉണ്ട് കേട്ടോ. അവരുടെ കൊക്കുകൾ അടിസ്ഥാനമാക്കിയാണ് സ്പീഷ്യസിനെ മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ഭക്ഷണം തേടുന്ന രീതി കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടൽക്കാടുകൾ അഥവാ മാംഗ്രോവ്സ് ഫോറസ്റ്റ്. ഇവ കടലിൻ്റെയും കരയുടെയും അതിർത്തിയിൽ പിറക്കുന്ന ഒരു പ്രകൃതി സങ്കേതമാണ്. ഇവ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും വീടായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്കിതിനകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. പല ദേശാടന പക്ഷികളും ഇതിനകത്ത് കാണാറുണ്ട്. ഇതേ പോകുന്ന വഴിയിലൊരു പൂച്ച അതിൻ്റെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുഴി കുത്തുകയാണ്. അവനവിടെ ഇരുന്ന് കാര്യം സാധിച്ചോട്ടെ, നമുക്കത് വഴിയൊന്ന് പോയി നോക്കാം. കടലിൽ വേലിയിറക്കം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വെള്ളമില്ല കേട്ടോ, നിറയെ ചെളിയാണ്. നമ്മളതിലൊന്ന് ഇറങ്ങി നോക്കാമെന്ന് കരുതിയപ്പോൾ ഇതേ ചെളിയിൽ കാല് പൂണ്ടിരിക്കുന്നു. നമ്മളേതായാലും ആ അറ്റംപ്റ്റ് ക്യാൻസലാക്കുന്നതാവും നല്ലത്. അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ച് അവൻ തിരികെ മണ്ണിട്ട് പോവുകയാണ്. നമുക്ക് വേറൊരു വഴി കിട്ടിയിട്ട് അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. വിൻ്റർ ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പക്ഷികളൊക്കെ കുറവാണ്. എന്തായാലും ഈ പച്ചപ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് തന്നെ വേറൊരു രസം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തിരിക്കുന്നത് ലാഫിംഗ് ഡോഗിനെയാണ്. കാടുകളിൽ മാനിനെ കാണുന്നത് പോലെയാണ് ഇവിടെ എവിടെ നോക്കിയാലും ലാഫിംഗ് ഡോഗ്സിനെ കാണാൻ കഴിയും കേട്ടോ. ഈ കണ്ടൽക്കാടുകൾ ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് വളരുന്നത്. ഇവരുടെ വേരുകൾ മണ്ണിന് മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം. അത് ശ്വസനവേര് എന്നാണ് പറയുന്നത്. ഇതിന് മുകളിലെല്ലാം ഒരുപാട് പക്ഷികൾ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പ്ലെയിൻ പ്രിണിയ, വയൽക്കുരുവി എന്ന് മലയാളത്തിൽ പറയും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണാറുണ്ട്. പക്ഷേ ഇതെനിക്ക് ഖത്തറിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടൽക്കാടിൻ്റെ അടിയിലായിട്ട് ഒരുപാട് മാംഗ്രോവ്സ് ട്രീ കാബിനെ കാണാൻ കഴിയും കേട്ടോ. ഈ ഞണ്ടിൻ്റെ പ്രത്യേകത എന്തെന്നാൽ
ഇവരുടെ ഒരു കാലിന് വലുപ്പ കൂടുതലും ഒരു കാല് വലുപ്പക്കുറവാണ്. വലുപ്പക്കുറവുള്ള കാല് അവരുടെ ഭക്ഷണത്തിനായി യൂസ് ചെയ്യുന്നതെങ്കിൽ വലുപ്പ കൂടുതലുള്ള കാല് അവർ മേറ്റിംഗ് ഫൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫൈറ്റിൽ ആരാണോ ജയിച്ചത് അവരുമായിട്ടായിരിക്കും പെൺഞണ്ടുമായി മേറ്റിംഗ് നടത്തുക. ഈ കണ്ടൽക്കാട്ടിൽ പക്ഷികളേക്കാൾ കൂടുതൽ ഞണ്ടുകളാണെന്നാണ് എൻ്റെ സംശയം. എവിടെ നോക്കിയാലും ഞണ്ടുകളെയാണ് കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിനോട് അടുത്ത പ്രദേശമായതിനാൽ സമ്മർ സീസണിലും ഇതേപോലെ പച്ചപ്പുണ്ടായിരിക്കുന്നതാണ്. നിങ്ങളൊരു ബേർഡറാണ് അല്ലെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫറാണ് എന്നുണ്ടെങ്കിൽ നവംബർ ടു ഫെബ്രുവരി കാലയളവിൽ ധൈര്യമായി ഇങ്ങോട്ട് പോകുന്നോളി. നല്ല കുറേ പക്ഷികളുടെ ചിത്രമെടുത്ത് പോകാം. ഖത്തറിൽ ഇതുപോലത്തെ ഒരുപാട് പക്ഷി സങ്കേത കേന്ദ്രങ്ങളുണ്ട്. അതിലെ ഒരെണ്ണമാണ് ഈ വക്രയിലെ കണ്ടൽക്കാടുകൾ. വരും ദിവസങ്ങളിൽ അതിലെ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. തണുപ്പ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാട് മുഴുവനും മൈഗ്രേഷൻ ബേർഡ്സ് ആയിരിക്കും. ഈ മൈഗ്രേഷൻ ബേർഡ്സ് എന്ന് പറയുന്നത് വർഷത്തിൽ ചില സമയങ്ങളിൽ ഒരു പ്രദേശത്ത് നിന്നും മറ്റു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ചില പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ പറക്കും. 70,000 കിലോമീറ്റർ വരെ പറക്കുന്ന പക്ഷികൾ ഈ ലോകത്തുണ്ട്. ആ പേടിത്തൊണ്ടൻ ഞണ്ട് ഇവിടെയുമുണ്ട്. കണ്ടൽക്കാടുകൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്: ഗ്രേ മാംഗ്രോവ്സ്, റെഡ് മാംഗ്രോവ്സ്, ബ്ലാക്ക് മാംഗ്രോവ്സ്. ഇവിടെയെല്ലാം വിവിധ തരം പക്ഷികളെയും കാണാറുണ്ട്. ഹെറോൺ, ഇഗ്രെറ്റ്, സാൻഡ് പെപ്പർ, കിങ്ഫിഷർ. മാത്രമല്ല ചെറു മത്സ്യങ്ങൾ, ചെമ്മീൻ, കക്ക എന്നിവയുടെയെല്ലാം ഫീഡിംഗ് ഗ്രൗണ്ടും കൂടിയാണ് ഇത്. പൊതുവെ എല്ലാ തീരദേശ പ്രദേശത്തും റാപ്റ്റേഴ്സിനെ കാണാറുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ എനിക്ക് ഒരെണ്ണത്തിനെ പോലും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ വക്രയിൽ വേറെയും നല്ല ബീച്ച് ഉണ്ടെങ്കിലും എനിക്കിഷ്ടം ഈ ബീച്ചാണ് കേട്ടോ. കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ വരുന്ന പക്ഷികൾ തന്നെ. എനിക്ക് എങ്ങനെയാണ് ഈ പക്ഷികളോടുള്ള ഇഷ്ടം വന്നത് എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ബേർഡിങ് ഒരു മെഡിറ്റേഷനാണ്. അതിലേക്ക് അങ്ങ് ലയിച്ചു പോകും. അങ്ങ് ദൂരെയായിട്ട് കുറച്ച് സീഗൾസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവയെ സീഗൾസ് എന്ന് പൊതുവെ വിളിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി ലാരിഡൈ എന്ന കുടുംബത്തിൽപ്പെട്ടവയാണ്. അതിൽ പല സ്പീഷീസുകളുമുണ്ട്. ബ്ലാക്ക് ഹെഡഡ് ഗൾ, സ്ലിൻഡർ ബില്ലഡ് ഗൾ, കാസ്പിയൻ ഗൾ, അങ്ങനെ ഏകദേശം 50 സ്പീഷീസുകളോളം ലോകത്തിലുണ്ട് കേട്ടോ. ഇവയ്ക്ക് ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല കേട്ടോ. മത്സ്യം, മാംസം, പക്ഷികൾ, എലികൾ, അങ്ങനെ എല്ലാം ഇവ കഴിക്കും. മനുഷ്യരുമായി ഏറെ സാമ്യതയുള്ള ഒരു പക്ഷി കൂടിയാണ് ഇവ. ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ സുലഭമായി കാണാറുള്ള അങ്ങാടിക്കുരുവിയാണ്. ഇപ്പോൾ കാണാറില്ല എന്നല്ല, പക്ഷേ മുന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇവരുടെ തലയിൽ കറുത്ത കളറുള്ളവ മെയിലും പ്ലെയിൻ കളറുള്ളത് ഫീമെയിലുമാണ്. മുന്നേ മൈഗ്രേഷൻ ബേർഡ്സിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? ഇവയ്ക്ക് കാലാവസ്ഥ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സൂര്യൻ്റെ ദിശ, നക്ഷത്രങ്ങൾ, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്നിവയെല്ലാം ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ചില പക്ഷികൾക്ക് ചൂടുകാലമായിരിക്കും പറ്റുക, മറ്റു പക്ഷികൾക്ക് തണുപ്പും. അവർ അവരുടെ ശരീരഘടനകൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ബേർഡിങ് മതിയെന്ന് കരുതി തിരിച്ചു പോകുമ്പോഴാണ് സ്ഥിരമായി കാണാറുള്ള ബുൾബുളിനെ കാണാനിടയായത്. എന്നാൽ കുറച്ച് അവരെയും ഷൂട്ട് ചെയ്ത് പോകാമെന്ന് കരുതി. ഇനി അവർക്കൊരു വിഷമമാകേണ്ട. ഇതേ ഒരു ഹസ്കി മോഡൽ നായ പോകുന്നു. അതൊരു വളർത്തു നായ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുന്നവർ പലരും ഇങ്ങനെ നായയുമായിട്ട് വരാറുണ്ട്. നമ്മളേതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ. ഫസിയോഗ്രാഫിയിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല കുറവുകളും ഇതിൽ കണ്ടെന്ന് വരാം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇനിയും വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.